Hi friends, welcome to Aaruttans World. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് HP ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. HP Pavilion 15 സീരീസിൽ വരുന്ന ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. നമുക്ക് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അതിൻ്റെ കോൺഫിഗറേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പവർ അഡാപ്റ്ററും ഒരു പവർ കോഡുമാണ്. പവർ അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ വരുന്ന 200 വാട്ട്സിൻ്റെ പവർ അഡാപ്റ്ററാണ്. പവർ അഡാപ്റ്റർ കണ്ടു കഴിഞ്ഞാൽ ഒരു പവർ ബാങ്കിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട്. 200 വാട്ട്സിൻ്റെ ഒരു പവർ അഡാപ്റ്ററാണ്. അടുത്തതായി ഇരിക്കുന്നതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് അതിൻ്റെ സെറ്റപ്പ് ഇൻസ്ട്രക്ഷനാണ്. നമുക്കൊന്ന് പ്രോഡക്റ്റ് അൺറാപ്പ് ചെയ്ത് നോക്കാം. പ്രോഡക്റ്റ് ലുക്ക് ആൻഡ് ഫീലിൽ തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും പ്രീമിയം ക്വാളിറ്റിയും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒരുപോലെ ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ലാപ്ടോപ്പാണ്. ബാക്ക് സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസും പവിലിയൻ എന്ന ബാഡ്ജിയും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ടോപ്പ് ആയിട്ട് പവിലിയൻ എന്ന ബാഡ്ജിയും HP ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെ നല്ല രീതിയിൽ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. കീബോർഡും മൗസ് ട്രാക്ക് പാഡും എല്ലാം നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ വെസൽസ് ആണെങ്കിൽ തന്നെയും വലിയ തിന്നാണ്. ലെഫ്റ്റും റൈറ്റും ടോപ്പും വളരെ തിന്നായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബോട്ടം വന്നിട്ട് HP ലോഗോ ഉള്ളതുകൊണ്ട് കുറച്ച് ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊരു VDOC സിസ്റ്റം രീതിയിലാണ് ഇതിൻ്റെ ഹിഞ്ചസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓൺ ഹാൻഡ് ഓപ്പറേഷനിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിൻ്റെ കീബോർഡിൻ്റെ ഡീറ്റെയിൽസിൽ നമുക്ക് വരാം. അതൊരു കീബോർഡിൻ്റെ ഓർഗയാണ്. കുറച്ച് ബാഡ്ജിങ്ങും i7 NVIDIA ബാഡ്ജിങ്ങും HP കസ്റ്റമർ സപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസുമാണ് ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നത് സ്പീക്കറിൻ്റെ ഗ്രില്ലാണ്. സ്പീക്കറിൻ്റെ ഒരു ഹണികോം ഡയമണ്ട് കട്ട് രീതിയിലാണ് അവർ സ്പീക്കറിൻ്റെ ഗ്രില്ലിലൂടെ കൊടുത്തിരിക്കുന്നത്. B&O ഒരു സ്പീക്കറാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അടുത്തതിൻ്റെ മുകളിൽ തന്നെ ഒരു ക്യാമറയും ഒരു ഇൻറ്റേർണൽ മൈക്ക് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബെസൽസൊക്കെ നല്ല തിന്നാണ്. ബാക്ക് സൈഡിലായിട്ട് പവിലിയൻ്റെ ഒരു ബാഡ്ജിങ്ങും HP ലോഗോ ഒരു നല്ല രീതിയിൽ ഒരു ഗ്ലാസ് എഫക്റ്റ് ലോഗോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഒരു പവിലിയൻ്റെ ഒരു ബാഡ്ജിങ്ങും ഇത് കൊടുത്തിരിക്കുന്ന എയർ ഫ്ലോ ഗ്രില്ലാണ്. അത് 2 ഫാൻ വരുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് പ്രോഡക്റ്റിൻ്റെ സീരിയൽ നമ്പറും അതിൻ്റെ മോഡൽ നമ്പറും ഡീറ്റെയിൽസും വരുന്ന ഒരു പോർഷനാണ് കാണുന്നത്. ബാക്ക് സൈഡിൽ വരുന്നത് ഇതിൽ ഇൻബിൽഡായിട്ട് വരുന്ന Windows 11 Pro ആണ്. സൈഡ് വ്യൂവിൽ വരുന്ന പോർട്സിൻ്റെ ഡീറ്റെയിൽസിൽ നമുക്ക് വരാം. ബാക്ക് സൈഡിലും ഇതുപോലെ എയർ ഫ്ലോയ്ക്ക് വേണ്ടിയുള്ള 2 ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. പോർട്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കുന്നു. ഇതിൽ വരുന്നത് i7 പ്രോസസ്സറാണ്. ഇൻബിൽഡ് ഗ്രാഫിക്സ് കാർഡും Wi-Fi 6 ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്കൊന്ന് ഇനിഷ്യൽ ബൂട്ടപ്പിലേക്ക് ഒന്ന് വരാം.
ഇതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് ഇൻ്റൽ i7 11th ജനറേഷൻ പ്രോസസ്സറാണ്. 11370H സീരീസിൽ വരുന്ന പ്രോസസ്സറാണ്. പിന്നെ 512 GB SSD ഹാർഡ് ഡിസ്കും വിൻഡോസ് 11 ആണ് പ്രീ ബിൽഡായിട്ട് വരുന്നത്. പിന്നെ 16 GB ആണ് ഇതിനകത്ത് വരുന്ന റാം. ഞാനത് 32 GB അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 32 GB 16x2 റാമാണ്. ഇതിൽ വരുന്ന റാമിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ 3200 MHz ആണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ പറയുകയാണെങ്കിൽ 15.6 ഫുൾ HD 144 MHz റീഫ്രഷ് റേറ്റിൽ വരുന്ന IPS ഡിസ്പ്ലേ ആണ്. ഇത് ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ്. 300 നോട്ട്സ് വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഇൻബിൽഡ് ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്. അത് NVIDIA GeForce RTX 3050 എന്ന് പറഞ്ഞാൽ 4GB ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നെങ്കിൽ പോലും നമ്മുടെ ഗ്രാഫിക്കൽ റിലേറ്റഡ് ഉള്ള വർക്ക് യൂസ് ചെയ്യുന്നവർക്കും ഇത് നല്ല സ്മൂത്ത് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. കൂടാതെ ഇതിൽ വരുന്ന H-based പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ് ഹൈ പെർഫോമൻസ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒഫീഷ്യൽ പർപ്പസിൽ ഇതൊരു ഡെവലപ്മെൻറ്റ് മെഷീനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള ഒരു പ്രോസസ്സിങ്ങും GPU നമുക്ക് ഇതിനകത്തുനിന്ന് ബിൽഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ H-based പ്രോസസ്സർ യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഹൈ എൻഡ് ആപ്ലിക്കേഷൻ ലൈക്ക് ഹൈബ്രിഡ്സ് പോലത്തുള്ള വലിയ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റാർട്ടപ്പ് ഹൈബ്രിഡ്സ് ഇനിഷ്യൽ സ്റ്റാർട്ടപ്പ് ഒരു 10 minutes ഒക്കെ എടുക്കുമെങ്കിൽ പോലും ഇത് H-based പ്രോസസ്സർ വിത്ത് 512 GB NVSSD റാം ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3 to 5 സെക്കൻഡ്സിനകത്ത് നമുക്ക് ആ പ്രീ ബിൽഡ്, അതായത് അവരുടെ ഇനിഷ്യൽ പ്രീ ബിൽഡ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഞാനിത് ചെയ്ത് നോക്കിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനോട് പറയുന്നത്. നമ്മുടെ ഡിവൈസ് ബൂട്ടപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കീബോർഡിലേക്ക് വരാം. ഇതിൻ്റെ പ്രീവിയസ് കീബോർഡിലാണെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് എപ്പോഴും ഓൺ കണ്ടീഷനിലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മോഡൽസിൽ F5 കീ 3 തവണ പ്രസ് ചെയ്യുന്നതനുസരിച്ച് കീബോർഡിൻ്റെ ലൈറ്റിന് വേരിയേഷൻ വരുന്നുണ്ട്. അത് ഫസ്റ്റ് പ്രസ്സിൽ ഇത് ഓൺ ആവുകയും സെക്കൻഡ് പ്രസ്സിൽ ഇത് ഡിം ആവുകയും തേർഡ് പ്രസ്സിൽ ഇത് ഓഫ് ആവുന്ന കണ്ടീഷൻ ആണ് ഇത് പറയുന്നത്. നമുക്കതിലേക്ക് നോക്കാം. F5 കീയാണ് പ്രസ് ചെയ്യാനുള്ളത്. ലൈറ്റ് ഓൺ, ഡിം, ഓഫ്. ഇനി നമുക്കിതിൻ്റെ ഓഡിയോയും വീഡിയോയും ക്വാളിറ്റിയും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. നല്ല രീതിയിലുള്ളൊരു ഡിസ്പ്ലേ ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഈ ലാപ്ടോപ്പിൽ നിന്ന് കിട്ടുന്നത്. അടുത്ത അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറക്കാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.